ബോസ് അഗ്നിപരീക്ഷ എപ്പിസോഡ് 14 ഒരു റിവ്യൂ ആൻഡ് അനാലിസിസ് ട്രോൾ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറയട്ടെ, കഴിഞ്ഞ 1-2 ദിവസമായിട്ട് രഞ്ജിനിക്ക് കാര്യമായിട്ടുള്ള തകരാറുണ്ട് എന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യക്തിഹത്യ, ടാർഗറ്റഡ് അറ്റാക്ക്, അതായത് ഷാമോൻ്റെ അടുത്തും ഷിജിലാലിൻ്റെ അടുത്തും ടാർഗറ്റഡ് അറ്റാക്കാണ് രഞ്ജിനി ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫലമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ രഞ്ജിനിയും കൂടെയുള്ള ജഡ്ജസ് അഖിൽമാരും റിയാസൊക്കെ ഒന്ന് ഫോളോ ചെയ്തേ ഉള്ളൂ. പക്ഷേ രഞ്ജിനിയാണ് തുടക്കം കുറിച്ചത്. അതായത് രഞ്ജിനി ജഡ്ജ്മെൻറ്റ് സീറ്റിൽ നിന്ന് എപ്പിസോഡ് ടെയിൽ എൻഡിൽ ഒരു 5 മിനിറ്റ് ബാക്കി നിൽക്കെ ഇറങ്ങിപ്പോവുണ്ടായി. ഒന്നുമില്ല, വെറും പട്ടി ഷോ എന്ന് പറഞ്ഞാൽ വെറും പട്ടി ഷോ, വേറെ ഒന്നുമില്ല. അപ്പോൾ രഞ്ജിനിയുടെ ഈ കാട്ടിക്കുട്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രേക്ഷകർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം കഴിഞ്ഞ 7 സീസണായിട്ട് ലാലേട്ടൻ കാണിക്കാത്ത ഷോ ആണ് ഈ ഒരു സീസൺ 1 ഒരു 50 ദിവസം വെറും കണ്ടസ്റ്റൻ്റ് ആയിട്ട് വന്ന രഞ്ജിനി വന്നിട്ട് കാണിക്കുന്നത്. രഞ്ജിനി ഒരു ഇഷ്ടമൊക്കെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഇമാതിരി ഓവറാക്കുമ്പോൾ ഇല്ലേ, ആൾക്കാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരാണെന്നാണ് നിങ്ങൾ വിചാരം? നിങ്ങളും ആ കണ്ടസ്റ്റൻസും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ കുറച്ച് കാലം മുമ്പേ ജനിച്ചു കുറച്ച് ആങ്കറിങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെ വായിലിരിക്കുന്ന തോന്നിയാസം പറഞ്ഞിട്ട് നിങ്ങൾ വല്ല രാജാക്കന്മാരെ പോലെ പറയാൻ വേണ്ടിയിട്ട് ഒരു റൈറ്റും നിങ്ങൾക്കില്ല. നിങ്ങളുടെ എന്തെങ്കിലും വൃത്തികേട് അഖിൽമാരായാലും റിയാസും കാണിക്കുന്നുണ്ടോ? അവർ കാണിക്കുന്നില്ല. അവരെത്ര കൺട്രോൾഡ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവർ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുന്നുണ്ട്, കർശനാവുന്ന സമയത്ത് കർശനാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കുള്ളത് എന്താ അറിയോ? ഈഗോ, ശരിയായ ഈഗോ. കാരണം നിങ്ങളെക്കാട്ടും മുന്നിൽ അവരൊന്നും പറയാൻ പാടില്ല, ഓ തമ്പ്ര എന്ന് പറഞ്ഞിട്ട് നിൽക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദ്യം ചെയ്യാൻ പാടില്ല, അപ്പം തന്നെ നിങ്ങൾ എഫക്റ്റഡ് ആവും. ആ ഒരു തരത്തിലാണ് നിങ്ങളുടെ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഹങ്കാരം പിടിച്ച ഒരുമാതിരി വല്ലാത്തൊരു പെരുമാറ്റമായിട്ടാണ് രഞ്ജിനിയുടെ ഓരോ എപ്പിസോഡിലും ഇതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ, ഈ സീസൺ ഈ ഒരു പെർട്ടിക്കുലർ 14th എപ്പിസോഡിൻ്റെ തന്നെ ഫസ്റ്റ് ഹാഫ് സഹിക്കാൻ കഴിയില്ല. ഈ എപ്പിസോഡിൻ്റെ അമ്മാതിരി അഹങ്കാരവും മറ്റുള്ള എസ്പെഷ്യലി ഷാമോൻ്റെ അടുത്ത് ഷാമോൻ എന്തോ കയറി കടിച്ചതുപോലെയാണ് രഞ്ജിനി പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഷാമോനെ വായി തുറക്കാൻ സമ്മതിക്കുന്നില്ല. വായി തുറന്നാൽ അപ്പം തന്നെ അഹങ്കാരി. ഞങ്ങളെ പഠിപ്പിക്കാൻ നീ ആരാ? ജഡ്ജസിനെ പഠിപ്പിക്കാൻ നീ ആരാ? നീ ആരാണ്? നിൻ്റെ വിചാരം എന്താ? നിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ് മലയാളം സൊസൈറ്റിയിലേക്കുള്ളത്? നീ ഇവിടെ പ്രൊഫിനൻ്റ് ആർട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ മോഹൻലാലിനെ പോലെ? അല്ലെങ്കിൽ നീ ഒരു മ്യൂസിക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ? നീ കുറേ ഷോസ് ആങ്കർ ചെയ്തു എന്നല്ലാതെ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അവിടെ ജഡ്ജായിട്ട് വലിഞ്ഞു കയറി വന്നിരിക്കുന്നത്. യു ആർ നോട്ട് ഈവൺ എ സീസൺ വിന്നർ. അഖിൽമാരെ അറ്റ്ലീസ്റ്റ് വിന്നറെങ്കിലും ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ സ്റ്റാൻസ് ആദ്യം ആലോചിക്കും, മറ്റുള്ളവരെ എടുത്തിട്ട് ഷട്ടപ്പടിക്കുന്ന സമയത്ത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇന്ന് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഷാമോനും ഷിജിലാലും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു പറഞ്ഞിട്ടാണ് ഇവർക്ക് പ്രശ്നം. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം അളക്കുന്ന ഒരു ടാസ്ക് ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുത്തനൊക്കെ ആയിട്ട് തലയിൽ കൊണ്ടുപോയി ഇരുത്തുക. അതിൻ്റെ എക്സാക്ട് വിന്നർ ഷാമോനാണെന്ന് ഏത് മന്ദബുദ്ധിക്കും മനസ്സിലാവും, ഏത് മണ്ടന് വേണമെങ്കിൽ മനസ്സിലാവും. അപ്പോൾ ഏത് മണ്ടന് വേണമെങ്കിൽ ആ സംഭവം മനസ്സിലാവും. അതിൽ എങ്ങനെയെങ്കിലും എൽഡോനെ ജയിപ്പിക്കാൻ വേണ്ടി രഞ്ജിനി പാടുപെടുന്നുണ്ടായിരുന്നു. പിന്നെ ഷാമോനൊന്നും പറയണ്ട. സത്യം പറഞ്ഞാൽ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഷാമോൻ 2 അടിച്ചിട്ട് 2 പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോകണമെന്ന്. സ്റ്റാറാവില്ലേ ഷാമോനൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഒരാളെ അനാവശ്യമായിട്ട് അറ്റാക്ക് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് കോർണർ ചെയ്യുന്ന കാണുമ്പോൾ അയാളുടെ ഒരു പ്രതികരണം ഏതൊരു മനുഷ്യനും ആഗ്രഹിച്ചു പോകും. അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞതാണ്. ഷാമോൻ 2 ഡയലോഗും കൊടുത്തിട്ട് നീ ആരടി രഞ്ജിനി എന്ന് പറഞ്ഞിട്ട് 2 വർത്താനം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നമ്മളൊക്കെ ആണെങ്കിൽ ഇവരെ പോലെ ഈ വായിലിരിക്കുന്ന വൃത്തികേടും കേട്ടിട്ട് അവിടെ ഇരിക്കാനും പോകുന്നില്ല. അപ്പോൾ രഞ്ജിനി ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്കിൻ്റെ പോക്ക് കണ്ടപ്പോൾ ഷാമോൻ ലാസ്റ്റ് എത്തി ഒരുവിധം ജയിക്കാനായപ്പോൾ രഞ്ജിനി അങ്ങ് തളർന്നു. ഇതിലും വലിയൊരു നാണക്കേട് വേറെ രഞ്ജിനിക്ക് ഇല്ലല്ലോ, ഷാമോൻ ജയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാം ടാസ്കിലുള്ള റിയൽ വിന്നർ എന്ന് പറഞ്ഞാൽ ഷാമോൻ തന്നെയായിരിക്കുന്നു. അപ്പോൾ ഈ ഫിൽട്രേഷനിൽ ഇപ്പം ടോപ്പ് 12 ആൾക്കാരാണ് ഉള്ളത്. ഇതിൽ അഫിയാനാസൊക്കെ വെറും ഒരു വേസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഒരു ടോപ്പ് 3 പ്രോമിനൻറ്റ് കണ്ടസ്റ്റഡ് ഫിഗേഴ്സായിട്ട് വരാൻ പോകുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എൽഡോ, ലൊളീറ്റ, പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഷിജിലാലൊക്കെ നല്ല ഇതായിട്ട് വരുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് ഹൗസ് കയറിയ എത്രത്തോളം തീ പാറിക്കുന്നറിയില്ല. രാകേഷും കൊള്ളാം. രാകേഷ് എത്രത്തോളം സംസാരിച്ച് മുന്നിലോട്ടേക്ക് വരുന്നുള്ള കാര്യവും പറയാൻ പറ്റില്ല. എൽഡോവും നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ലൊളീറ്റയും കൊള്ളാം. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് അതിൽ ആരെ കൂട്ടാം? വേറെ ആരെങ്കിലും നിങ്ങൾക്ക് എന്തായിട്ട് ഒരു ടോപ്പ് 3 ടോപ്പ് നോച്ച് കണ്ടസ്റ്റൻ്റ് ആയിട്ട് വെക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്കറിയാൻ താല്പര്യമുണ്ട്.
അതുപോലെ നിങ്ങൾ ഈ ഷോ കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് പ്ലീസ് ടു കമൻറ്റ് ഔട്ട്. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.